മുനമ്പം വിഷയത്തിൽ പ്രശ്ന പരിഹാരത്തെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടത് സർക്കാരാണെന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. സർക്കാരാണ് കമ്മീഷനെ നിയോഗിച്ചത്. സർക്കാർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മാത്രമാണ് താൻ നിർവഹിച്ചതെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ജനം ടിവിയോട് പ്രതികരിച്ചു. കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയാണ് ഈ ഹൈക്കോടതി ഉത്തരവിനെ നോക്കിക്കാണുന്നത്? കമ്മീഷൻ നിയോഗിച്ചത് ഗവൺമെൻറ്റാണ്. കമ്മീഷൻ്റെ നിയമന സാധ്യതയെ ചോദ്യം ചെയ്ത് കേസ് വന്നപ്പോൾ അഡ്വക്കേറ്റ് ജനറലെ വെച്ച് ഗവൺമെൻറ് ഗൗരവമായിട്ട് കേസ് നടത്തി. ഇനി വിധി പരിശോധിച്ച് അനന്തര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. കമ്മീഷന് വ്യക്തിപരമായിട്ട് ഇതിനകത്തൊരു അഭിപ്രായമില്ല. ഞാൻ വിധി കണ്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. അപ്പോൾ വിധി ഗവൺമെൻറ് ഇപ്പം ഞാൻ റിപ്പോർട്ട് കണ്ടു, ടി വിയിൽ എന്താ റിപ്പോർട്ട് കണ്ടു, ഗവൺമെൻറ് അപ്പീൽ കൊടുക്കുന്നതായിട്ട്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ലോ മിനിസ്റ്റർ അഡ്വക്കേറ്റ് ജനറൽ ഒക്കെ ആയിട്ട് ആലോചിച്ച് തീരുമാനിക്കും ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് അപ്പീൽ കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ വിധിയെ ആശ്രയിച്ചിരിക്കും പിന്നെ എന്താ ചെയ്യണമെന്നുള്ളത്. കമ്മീഷൻ്റെ പ്രവർത്തനം ഏതായാലും കോടതി കേസ് വന്നപ്പോൾ കമ്മീഷൻ്റെ പ്രവർത്തനം തൽക്കാലത്തിൽ നിർത്തിവെച്ചേക്കുവാണ്. ഗവൺമെൻറ് അത് മനസ്സിലാക്കി ഗവൺമെൻറ് കമ്മീഷൻ്റെ കാലാവധി മെയ് 31 വരെ നീട്ടിയായിരുന്നു. അപ്പോൾ കമ്മീഷൻ ഈ ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ കമ്മീഷൻ്റെ നിയമനത്തിനെ അസാധുവായിട്ട് കോടതി തീരുമാനിച്ചപ്പോൾ ഇനി ഗവൺമെൻറ് അതിൽ തീരുമാനമെടുക്കും. ഗവൺമെൻറ്റിന് ജഡ്ജ്മെൻറ്റ് അംഗീകരിക്കാം, ഗവൺമെൻറ്റിന് അതിന് മുകളിൽ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് കൊടുക്കാം. അപ്പോൾ ഗവൺമെൻറ് അപ്പീൽ കൊടുക്കുന്നതായിട്ട് ഞാൻ ഇപ്പോൾ റിപ്പോർട്ട് കണ്ടു. എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഗവൺമെൻറ്റാണ് തീരുമാനമല്ല എടുക്കേണ്ടത്. ഞാൻ കോടതി വിധി ഗവൺമെൻറ്റിനും എനിക്കും എല്ലാം ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകണമെങ്കിൽ പുതിയ വല്ല ഈ ജഡ്ജ്മെൻറ്റിനെ മറികടക്കുന്ന വല്ല ഡിവിഷൻ ബെഞ്ച് ജഡ്ജ്മെൻറ്റും വരണം, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തനം നിർത്തും. ഈ മുനമ്പത്ത് ഒരു കമ്മീഷനെ നിയോഗിച്ചപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടിരുന്നത്. കമ്മീഷൻ്റെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴും വലിയ പ്രതീക്ഷകളായിരുന്നു. എങ്ങനെയായിരുന്നു പ്രവർത്തനം? മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഉടനെ തന്നെ ഈ കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് ഉള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനായിട്ട് കമ്മീഷന് സാധിക്കുമായിരുന്നു. അല്ല, കമ്മീഷന് തീർച്ചയായിട്ടും എന്തെങ്കിലും മാർഗനിർദ്ദേശം നൽകാൻ സാധിച്ചേനെ. പക്ഷേ കമ്മീഷൻ്റെ തീരുമാനങ്ങൾ എന്തായിരിക്കും, എന്തെല്ലാം ശുപാർശ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ 2 മാസം ഇതിൻ്റെ പ്രവർത്തനം നടത്തി, ബന്ധപ്പെട്ട കക്ഷികളെ കേട്ടു, രേഖകൾ മേടിച്ചു, ഗവൺമെൻറ്റിൻ്റെ ഭാഗം കേട്ടു. ഇനി ഞാനത് പഠിച്ച് റിപ്പോർട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാനതിനെക്കുറിച്ച് ഗൗരവമായിട്ട് പഠിച്ച് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കോടതി കേസ് വന്നു. അപ്പോൾ തൽക്കാലം പ്രവർത്തനം നിർത്തിവെച്ചു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരണമെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ് മറികടന്ന് വേറൊരു ജഡ്ജ്മെൻറ്റ് വരണം, ഡിവിഷൻ ബെഞ്ചിൻ്റെ. ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് സർക്കാരിന് കൃത്യമായിട്ട് വാദഗതികൾ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിനോട് എങ്ങനെയാണ് സർക്കാരിന് കൃത്യമായി ഈ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അത്? അല്ല, ഞാനത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അഡ്വക്കേറ്റ് ജനറലാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ. അദ്ദേഹം കേസ് ഗൗരവമായിട്ട് നടത്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, കോടതി വാദമൊന്നും ഞാൻ കേട്ടതോ അതുപോലെ കോടതിയിലെ നിരീക്ഷണങ്ങളൊന്നും ജഡ്ജ്മെൻറ്റോ ഞാൻ വായിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല, എനിക്കറിയില്ല ഒന്നും. ഇനി എങ്ങനെയാണ് സർക്കാർ അപ്പീൽ പോകുന്ന സമയത്ത് ഈ പ്രവർത്തനം? ഇനി സർക്കാർ അപ്പീൽ പോകുന്ന സമയത്തും പ്രവർത്തനം നടത്തില്ല. ഈ വിധി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്താൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനം ആശ്രയിച്ചിരിക്കും കമ്മീഷൻ്റെ പ്രവർത്തനം. അതായത് ഒരു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഗവൺമെൻറ്റിനും കമ്മീഷനും ഒക്കെ ബാധകമാണ്, ബൈൻഡിങ് ആണ്. അത് നമുക്ക് അത് നടപ്പാക്കാൻ ചുമതലയുണ്ട്. പക്ഷേ ആ ജഡ്ജ്മെൻറ്റും മറികടന്നാൽ അതനുസരിച്ച് വിധിക്കും. കോടതി വിധി അന്തിമമായ കോടതി വിധി അനുസരിച്ച് വേണം കമ്മീഷൻ്റെ പ്രവർത്തനം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ. നേരത്തെ തന്നെ ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി വന്ന സമയത്ത് തന്നെ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു കമ്മീഷൻ്റെ. താൽക്കാലികമായിട്ട് ഹൈക്കോടതിയിൽ കമ്മീഷൻ്റെ നിയമനത്തെ ചോദ്യം ചെയ്ത് കേസ് വന്നപ്പോൾ കമ്മീഷൻ പ്രവർത്തനം തൽക്കാലത്തിൽ നിർത്തിവെച്ചു. കാരണം അത് ശരിയല്ല. ഒരു കോടതിയിൽ ഒരു കമ്മീഷൻ്റെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കമ്മീഷൻ മുമ്പോട്ട് പോയി റിപ്പോർട്ട് ഫയൽ ചെയ്തത് തെറ്റായ നടപടിയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് മുമ്പോട്ട് പോയില്ല. ഈ കോടതി വിധി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ കുറച്ച് നാളത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെ എങ്ങനെയാണ് സാറിന് അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉടമസ്ഥ അവകാശങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം പരാതികൾ ലഭിച്ചിരുന്നു, എന്തുമാത്രം രേഖകൾ പരിശോധിക്കാൻ സാധിച്ചിരുന്നു? അല്ല, അത് 700-800 ആൾക്കാർ, 1000 ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്. സ്ഥലവാസികളുണ്ട്, വ്യവസായികളുണ്ട്, എല്ലാവരും ഉണ്ട്, തലമുറകളായിട്ട് അവിടെ താമസിക്കുന്നവരുണ്ട്.
അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് എന്താണൊരു പരിഹാരം എന്ന് നിർദ്ദേശിക്കാനും ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് പഠിച്ചൊരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ കോടതി ഇടപെട്ട് കേസിലായി. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കമ്മീഷൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും കോടതി ഇനി വിധി അംഗീകരിക്കുകയാണെങ്കിൽ കമ്മീഷൻ ഗവൺമെൻറ് ക്ലോസ് ചെയ്യും. സർക്കാർ അപ്പീൽ കൊടുത്താൽ അതിൻ്റെ വിധി അനുസരിച്ചിരിക്കും ഭാവി പരിപാടികൾ. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും ഇനിയുള്ള അപ്പീൽ, അതായത് സർക്കാർ നൽകുന്ന അപ്പീൽ അനുസരിച്ച് മാത്രമായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.